നമസ്കാരം. പോളിംഗ് ദിവസം പ്രിസൈഡിംഗ് ഓഫീസർ നേരിടാവുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ചലഞ്ച് വോട്ട്, ടെൻഡേഡ് വോട്ട്, റെഫ്യൂസ്ഡ് വോട്ട്, പ്രൊസീജിയർ വയലേഷൻ, കമ്പാനിയൻ വോട്ടേഴ്സ് എന്നിവയാണവ. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഒരു വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം മാർക്ക്ഡ് കോപ്പിയിലെ സീരിയൽ നമ്പറും അദ്ദേഹത്തിൻ്റെ പേരും ഉറക്കെ വായിക്കുമെന്ന് നാം പറഞ്ഞു. ഇങ്ങനെ ഉറക്കെ വായിക്കുമ്പോൾ വന്നിരിക്കുന്ന വോട്ടർ അദ്ദേഹം അല്ല എന്ന് ഒരു പോളിംഗ് ഏജൻറ്റ് പറയുകയാണ്. പോളിംഗ് ഏജൻറ്റ് 2 രൂപ ചലഞ്ച് ഫീസ് നൽകിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നു. 2 രൂപയുടെ റെസിപ്റ്റ് അദ്ദേഹത്തിന് നൽകണം. അതുപോലെ പോളിംഗ് ഏജൻറ്റിനോട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വോട്ടറുടെ ഐഡൻറ്റിറ്റിയെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നത് എന്ന കാര്യം പ്രിസൈഡിംഗ് ഓഫീസർ ചോദിക്കേണ്ടതാണ്. അതിനുശേഷം ഒരു സമ്മറി എൻക്വയറി പ്രിസൈഡിംഗ് ഓഫീസർ നടത്തണം. വോട്ടിംഗ് തടസ്സപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ ഈ സമ്മറി എൻക്വയറി നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ സീറ്റിനടുത്ത് വെച്ച് തന്നെ ആയിരിക്കേണ്ടതാണ്. വോട്ടറെ സംബന്ധിച്ച വിവരങ്ങൾ വോട്ടറോട് തന്നെ ആരായാവുന്നതാണ്. അതുപോലെ ക്യൂവിൽ നിൽക്കുന്ന അവരോടുമായി സംസാരിക്കാവുന്നതാണ്. അതേപോലെ BLO പുറത്ത് ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആകാവുന്ന രീതിയിലൊക്കെയുള്ള എൻക്വയറി പ്രിസൈഡിംഗ് ഓഫീസർ ഈ സമ്മറി എൻക്വയറിയിൽ നടത്തേണ്ടതാണ്. സമ്മറി എൻക്വയറിക്ക് ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടർ യഥാർത്ഥ വോട്ടറാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പോളിംഗ് ഏജൻറ്റ് നൽകിയ 2 രൂപ ഫോർഫീറ്റഡ് ടു ഗവൺമെൻറ് എന്ന രീതിയിൽ മാർക്ക് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടേണ്ടതാണ്. യഥാർത്ഥ വോട്ടറല്ല എന്ന് തെളിയുന്ന പക്ഷം SHOയ്ക്കുള്ള കത്തിൻ്റെ ഫോർമാറ്റുണ്ട്. അതിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെച്ച് വിശദവിവരങ്ങൾ സഹിതം അദ്ദേഹത്തെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഈ അവസരത്തിൽ പോളിംഗ് ഏജൻറ്റിന് 2 രൂപ തിരിച്ചു നൽകുകയും റെസീറ്റിൻ്റെ കൗണ്ടർ ഫോയിൽ 2 രൂപ റിസീവ്ഡ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒപ്പുവാങ്ങേണ്ടതും ആണ്. ചാലഞ്ച് വോട്ടിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ ഫോം നമ്പർ 14 ഉപയോഗിക്കാം. ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്താൽ A എന്നും ചലഞ്ച് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ R എന്നും രേഖപ്പെടുത്തേണ്ടതാണ്. യഥാർത്ഥ വോട്ടറല്ല എന്ന് തെളിയുന്ന പക്ഷം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകാനുള്ള ലെറ്ററിൻ്റെ ഫോർമാറ്റാണിത്. ചലഞ്ച് ഫീയുടെ റെസിപ്റ്റ് ബുക്കാണിത്. ഇതിനകത്ത് അതിന് കൗണ്ടർ ഫോയിലുണ്ട്, അതുപോലെ തന്നെ ഫോർഫീറ്റഡ് ടു ഗവൺമെൻറ് ഉണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അടുത്തത് ടെൻഡേഡ് വോട്ടാണ്. ഒരു വോട്ടർ വോട്ട് ചെയ്യുവാൻ വേണ്ടി ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് നേരത്തെ ആരോ ചെയ്തു പോയതായി മാർക്ക്ഡ് കോപ്പിയിൽ നിന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് മെഷീനിൽ ഒരു കാരണവശാലും വോട്ട് ചെയ്യുവാൻ അനുവദിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്നത് 17B രജിസ്റ്ററിലാണ്. ഒരു കാരണവശാലും 17Aയിൽ ഇദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തരുത്. ഇദ്ദേഹത്തിന് ടെൻഡേഡ് ബാലറ്റ് അനുവദിക്കുകയും ആരോ ക്രോസ് മാർക്ക് അതുപോലെ തന്നെ സീൽ പാഡുകളോടുകൂടി വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ചെന്ന് വോട്ട് ചെയ്യുവാൻ അനുവദിക്കുകയും ചെയ്യണം. സീക്രസി ഓഫ് വോട്ടിംഗ് ഒരു കാരണവശാലും വയലേറ്റ് ചെയ്യപ്പെടരുത്. ഇങ്ങനെ ഒരു ടെൻഡേഡ് വോട്ടർ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു കാരണവശാലും ബിസി ലാമ്പ് ഓണായിരിക്കുവാനോ ബാലറ്റ് യൂണിറ്റിലെ റെഡി ലാമ്പ് ഓണായിരിക്കുവാനോ പാടുള്ളതല്ല. തേർഡ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അടുത്തത് നോട്ട് അലൗഡ് ടു വോട്ട്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ ഐഡൻറ്റിഫൈ ചെയ്ത വോട്ടർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുകയും 17A രജിസ്റ്ററിനകത്ത് എൻട്രി വരുത്തുകയും വോട്ടർ സ്ലിപ്പുമായി തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം സീക്രസി വയലേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഞാൻ ഇന്ന കക്ഷിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്ബിഹേവിയർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എങ്കിൽ അദ്ദേഹത്തെ
ബൂത്തിൽ നിന്നും പുറത്താക്കുവാനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസറിൽ നിക്ഷിപ്തമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ പോലീസിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹത്തെ ബൂത്തിൽ നിന്നും പുറത്താക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ 17A രജിസ്റ്ററിൽ ഉണ്ടായിരിക്കുകയും അതേസമയം കൺട്രോൾ യൂണിറ്റിൽ ഒരു വോട്ട് കുറയുകയും ചെയ്യും. 17C ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അത് അവിടെ പൂരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ 17A രജിസ്റ്ററിൻ്റെ റിമാർക്സ് കോളത്തിൽ നോട്ട് അലൗഡ് ടു വോട്ട് എന്ന് മാർക്ക് ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. അദ്ദേഹത്തിന് നൽകിയ വോട്ടർ സ്ലിപ്പ് പിൻവലിച്ച് ക്യാൻസൽ ചെയ്യേണ്ടതും ആണ്. അതേപോലെ തന്നെ ഒന്നാം പോളിംഗ് ഓഫീസറുടെ അടുത്തു നിന്നും രണ്ടാം പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തി ഈ വോട്ടർ സ്ലിപ്പുമായി മൂന്നാം പോളിംഗ് ഓഫീസറുടേക്ക് അടുത്തെത്തുമ്പോൾ അദ്ദേഹം സ്വയമേവ ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ റെഫ്യൂസ് ടു വോട്ട്, ആ കേസിനകത്തും ഈ പ്രോബ്ലം വരും. 17A രജിസ്റ്ററിലെ വോട്ടും കൺട്രോൾ യൂണിറ്റിലെ വോട്ടും തമ്മിൽ ഒരു വോട്ടിൻ്റെ ഡിഫറൻസ് ഇക്കാര്യത്തിലും വരും. ആ സന്ദർഭത്തിലും വോട്ടർ സ്ലിപ്പ് പിൻവലിച്ച് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ റെഫ്യൂസ് ടു വോട്ട് എന്ന കാര്യം 17A രജിസ്റ്ററിൻ്റെ റിമാർക്സ് കോളത്തിൽ രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കണം. റെഫ്യൂസ് ചെയ്യുന്ന വോട്ടറുടെ സിഗ്നേച്ചർ ഒരു പ്രാവശ്യം കൂടി റിമാർക്സ് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അത് അടുത്തതായി അന്ധരും അവശരുമായ ഒരു വോട്ടർ ബൂത്തിലെത്തിയാൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കമ്പാനിയൻ വോട്ടിംഗ്. അന്ധരോ അവശരോ ആയ ആളോട് നിങ്ങൾക്ക് സ്വന്തമായി വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം പ്രിസൈഡിംഗ് ഓഫീസർ ആരായേണ്ടതാണ്. അന്ധരായ ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡമ്മി ബാലറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് വെച്ച് ബ്രെയിൽ ലിപിയിൽ അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ കാൻഡിഡേറ്റിൻ്റെ സീരിയൽ നമ്പർ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഈ സീരിയൽ നമ്പർ ബ്രെയിൽ ലിപിയിൽ ബാലറ്റ് യൂണിറ്റിൻ്റെ ഏറ്റവും വലത്തെ അറ്റത്ത് ക്രമമായി കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യുവാൻ വേണ്ടി അന്ധരായ വോട്ടർക്ക് സാധിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കമ്പാനിയൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ, കമ്പാനിയനുമായി ആണ് അദ്ദേഹം വന്നതെങ്കിൽ ആ സഹായം അനുവദിക്കാവുന്നതാണ്. ഇങ്ങനെ വരുന്ന സഹായികളോട് നിയമപരമായ കാര്യങ്ങൾ വിശദീകരിച്ചു നൽകണം. സഹായിയുടെ കയ്യിൽ നിന്നും ഒരു ഡീക്ലറേഷൻ ഒപ്പിട്ട് വാങ്ങേണ്ടതാണ്. ഞാൻ ഇന്നേ ദിവസം ഒരു ബൂത്തിലും ആരുടെയും സഹായിയായി പ്രവർത്തിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഡീക്ലറേഷൻ ആണത്. കമ്പാനിയൻ ഉപയോഗിച്ച് വോട്ട് ചെയ്ത വോട്ടർമാരുടെ വിവരങ്ങൾ ഫോം നമ്പർ 14A അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു വോട്ടറുടെ വയസ്സിൽ സംശയം തോന്നുന്നു, 18 വയസ്സ് തികഞ്ഞോ എന്ന് സംശയം തോന്നുന്ന പക്ഷം അദ്ദേഹത്തിനോട് ഒരു ഡീക്ലറേഷൻ ഒപ്പിട്ട് തരുവാൻ വേണ്ടി ആവശ്യപ്പെടാവുന്നതാണ്. പ്രസ്തുത ഡീക്ലറേഷനിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ വോട്ട് ചെയ്യുവാൻ വേണ്ടി അനുവദിക്കേണ്ടതാണ്. എങ്കിലും ഡീക്ലറേഷൻ ആവശ്യപ്പെട്ടു, ഡീക്ലറേഷൻ തരാത്തവരുടെ ലിസ്റ്റും തന്നവരുടെ ലിസ്റ്റും പ്രത്യേകം തയ്യാറാക്കേണ്ടതാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഡമ്മി ബാലറ്റ് യൂസ് ചെയ്ത് വോട്ട് ചെയ്ത വോട്ടർമാരുടെ വിവരങ്ങളാണ്. കൃത്യമായ പഠനത്തോടുകൂടി ഇത്തരം സന്ദർഭങ്ങൾ തരണം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.